വചനം 105 വാക്കർത്ഥം. അലം തക്കുൻ ആയിരുന്നില്ലേ ആയാത്തി എൻ്റെ ലക്ഷ്യങ്ങൾ അഥവാ വചനങ്ങൾ, തുത്ല ഓതിത്തരപ്പെട്ടിരുന്നു ഇല്ലേ, അലൈക്കും നിങ്ങൾക്ക്, ഫകുന്തും അപ്പോൾ നിങ്ങളായിരുന്നു, ബിഹ അവയെ, തുകദ്ദിബൂൻ വ്യാജമാക്കിയിരുന്നു. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുന്തും ബിഹാ തുകദ്ദിബൂൻ. എൻ്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഓതിത്തരപ്പെട്ടിരുന്നില്ലേ, അപ്പോൾ നിങ്ങൾ അവയെ വ്യാജമാക്കിക്കളയുകയായിരുന്നുവല്ലോ. വചനം 106 വാക്കർത്ഥം. ഖാലു അവർ പറയും, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഗലബത്ത് കവിഞ്ഞുപോയി, ജയിച്ചടക്കി, അലൈന ഞങ്ങളിൽ ഞങ്ങളുടെ മേൽ, ഷിഖവത്തുന ഞങ്ങളുടെ ദൗർഭാഗ്യം, വകുന്ന ഞങ്ങളായിത്തീരുകയും ചെയ്തു, ഖൗമൻ ഒരു ജനത, ളാല്ലീൻ പിഴച്ചവരായ വഴിതെറ്റിയ. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളിൽ കവിഞ്ഞുപോയി, ഞങ്ങൾ വഴിപിഴച്ച ജനതയുമായിരുന്നു. വചനം 107 വാക്കർത്ഥം. റബ്ബന ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്ന ഞങ്ങളെ പുറത്താക്കിത്തരണേ, മിൻഹ ഇതിൽ നിന്ന്, ഫൈൻ ഉദ്ന ഇനി ഞങ്ങൾ മടങ്ങിയാൽ ആവർത്തിച്ചാൽ, ഫഇന്ന എന്നാൽ നിശ്ചയമായും ഞങ്ങൾ, ളാലിമൂൻ അക്രമികളാണ്. ربنا أخرجنا منها فإن عدنا فإنا ظالمون. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ ഇതിൽ നിന്ന് പുറത്താക്കിത്തരേണമേ, ഇനി ഞങ്ങൾ ഈ നില ആവർത്തിച്ചാൽ അപ്പോൾ ഞങ്ങൾ നിശ്ചയമായും അക്രമികളായിരിക്കും, അഥവാ ഇക്കുറി മാപ്പ് നൽകണമേ. 105 മുതൽ 107 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മരണവേളയിൽ അവർ ആവശ്യപ്പെട്ടിരുന്നതുപോലെ ഇപ്പോൾ വീണ്ടും തങ്ങളെ ഭൂമിയിലേക്ക് മടക്കിക്കൊടുക്കുവാൻ അപേക്ഷിക്കുകയാണ്. വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിട്ടും ഞങ്ങളുടെ പക്കൽ ഒരിക്കൽ അബദ്ധം വന്നുപോയി. മേലിൽ ഒരിക്കലും ഞങ്ങൾ ആ നില ആവർത്തിക്കുകയില്ല. ആ നില തന്നെ ഞങ്ങൾ തുടർന്നേക്കുന്ന പക്ഷം ഞങ്ങളെ അക്രമികളായി കരുതാം എന്നാണവർ അപേക്ഷിക്കുന്നത്. അല്ലാഹുവിൻ്റെ മറുപടി.